കഴിഞ്ഞ 10-ലധികം ദിവസങ്ങളായി ലോകം അതീവ ശ്രദ്ധയോടെ ചർച്ച ചെയ്തത് ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മരണത്തെക്കുറിച്ചാണ്. അമേരിക്കൻ ക്യാമ്പസുകളിൽ 10,000-കണക്കിന് യുവജനങ്ങളെ തൻ്റെ ചുരുങ്ങിയ പ്രവർത്തന കാലങ്ങൾ കൊണ്ട് സ്വാധീനിച്ച ഒരു മനുഷ്യൻ. പക്ഷേ അവൻ്റെ മരണം ലോകമെങ്ങും ജനകോടികളെ യേശുവിലേക്കും സുവിശേഷത്തിലേക്കും ബൈബിളിലേക്കും ആകർഷിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ മുൻപിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ ചാർലി കിർക്കിൻ്റെ മെമ്മോറിയൽ സർവീസ് നടന്നു. 10,000-കണക്കിന് ആളുകൾ അതിനുവേണ്ടി അവിടെ ഒത്തുകൂടി. ലോകമെങ്ങും കോടിക്കണക്കിന് ആളുകൾ ലൈവായി അത് കണ്ടു. അമേരിക്കൻ പ്രസിഡന്റ് ഉൾപ്പെടെ പ്രമുഖരായ നിരവധി വ്യക്തികൾ അതിൽ നേരിട്ട് പങ്കാളികളായി. ആ മെമ്മോറിയൽ സർവീസിൽ ചാർലി കിർക്കിൻ്റെ ഭാര്യ എറീക്ക വികാരനിർഭരമായ ഭാഷയിൽ തൻ്റെ പ്രിയതമനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവച്ചു. വികാരനിർഭരമായ ആ വാക്കുകൾ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനവും ധൈര്യത്തിൻ്റെ വാക്കുകളുമായി മാറുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. ഒടുവിലായി തൻ്റെ ഭർത്താവിൻ്റെ ഘാതകനോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ അത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ കണ്ണീരോടെ അത് അംഗീകരിക്കുകയായിരുന്നു. എറീക്കയുടെ പ്രസംഗം ഹല്ലേലൂയ പ്രേക്ഷകർക്ക് വേണ്ടി പരിഭാഷപ്പെടുത്തി അവതരിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഞാൻ നടത്തുന്നത്. വികാരനിർഭരമായി അവർ പറഞ്ഞ വാക്കുകൾ അതേ അർത്ഥഗാംഭീര്യത്തോടുകൂടെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. ഇതൊരു സ്വതന്ത്ര പരിഭാഷയായി മാത്രം കരുതുക. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൻ്റെ ചാർലിയുടെ ഓർമ്മ പങ്കിടുവാനും ചാർലിയെ ആദരിക്കുവാനുമായി ഇവിടെ വന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇവിടെ നിന്ന് കുറച്ച് മൈലുകൾക്കപ്പുറം 2 വർഷം മുമ്പ് അമേരിക്ക ഫെസ്റ്റ് 2023 നടക്കുമ്പോൾ ടേണിംഗ് പോയിന്റ് USA ഫെയ്ത്ത് ഇവൻറ്റിൻ്റെ വേദിയിൽ ചാർലി നടത്തിയ ഒരു പ്രസംഗം ഞാൻ ഓർക്കുന്നു. ചാർലി എപ്പോഴും സ്ക്രിപ്റ്റില്ലാതെ പ്രസംഗിക്കുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അതിൽ അദ്ദേഹത്തിന് അസാധാരണമായ മികവുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്താണ് പ്രസംഗിക്കുവാൻ പോകുന്നതെന്ന് എനിക്കറിവില്ലായിരുന്നു. അന്ന് അദ്ദേഹം തിരഞ്ഞെടുത്ത വിഷയം ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുക എന്നതായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ബൈബിൾ വാക്യം ഉദ്ധരിച്ചു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം, അടിയനിതാ അടിയനെ അയക്കണമേ. ചാർലി പ്രസംഗം അവസാനിപ്പിച്ച ശേഷം ഞാൻ അദ്ദേഹത്തെ സ്റ്റേജിന് പുറകിൽ പോയി കണ്ടു. ഞാൻ അന്ന് അവനോട് പറഞ്ഞത് ഒരിക്കലും മറക്കുകയില്ല. ഞാൻ ചാർലിയോട് പറഞ്ഞു, ചാർലി പ്രിയപ്പെട്ടവനെ, അടുത്ത തവണ ഈ വാക്യം പറയുന്നതിന് മുൻപ് എന്നോടൊന്ന് സംസാരിക്കണം. കാരണം അത്തരം ഒരു വാക്യം പറയുമ്പോൾ അതിന് വലിയ ശക്തിയുണ്ട്. അടിയനിതാ അടിയനെ അയക്കണമേ എന്ന് ദൈവത്തോട് പറയുമ്പോൾ ദൈവം അത് ഉറപ്പായും സ്വീകരിക്കും. ദൈവം ചാർലിയുടെ അപേക്ഷ കേട്ടു. 11 ദിവസം മുമ്പ് എൻ്റെ ഭർത്താവിൻ്റെ ആത്മാർത്ഥമായ സമർപ്പണം ദൈവം സ്വീകരിച്ചു. ചാർലിയെ ദൈവം തൻ്റെ അടുത്തേക്ക് വിളിച്ചു. ചാർലി മറ്റെന്തിനേക്കാളും കൂടുതൽ ആഗ്രഹിച്ചത് തൻ്റെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറണമെന്നാണ്. കഴിഞ്ഞ 11 ദിവസങ്ങൾ എല്ലാ വേദനകൾക്കിടയിലും മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത ദൈവിക സമാധാനം ഞാൻ അനുഭവിച്ചു. നമ്മുടെ കർത്താവിൻ്റെ പ്രാർത്ഥനയിലെ വാക്കുകൾ പോലെ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ. എൻ്റെ ഭർത്താവ് കൊല്ലപ്പെട്ട അതേ ദിവസം സെപ്റ്റംബർ 10 ഉച്ചയ്ക്ക് യൂട്ടാ ഹോസ്പിറ്റലിൽ ഞാൻ എത്തി. അസാധ്യമായ ഒരു കാര്യം ചെയ്യുവാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. എൻ്റെ ഭർത്താവിൻ്റെ ജീവനറ്റ ശരീരം നേരിട്ട് കാണാൻ, അദ്ദേഹത്തിൻ്റെ ജീവൻ കവർന്നെടുത്ത ആ മുറിവ് ഞാൻ കണ്ടു. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം ഞാൻ അനുഭവിച്ചു. ഞാൻ ഞെട്ടിപ്പോയി, ഭയപ്പെട്ടു. വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത അത്രയും തീവ്രമായ ഹൃദയവേദന ഞാൻ അനുഭവിച്ചു. ഇപ്പോൾ പോലും ഞാൻ അതിൽ നിന്നും മോചിതയായിട്ടില്ല. പക്ഷെ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു. ഞാൻ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ എനിക്ക് കാണാൻ കഴിഞ്ഞു. മരിച്ചു കിടക്കുമ്പോൾ പോലും അവൻ്റെ തലയുടെ ഒരു വശത്തുണ്ടായിരുന്ന ഒരു നരച്ച മുടി ഞാൻ കണ്ടു. ഞാൻ മാത്രമേ അത് കണ്ടിട്ടുള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ അവനോട് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവനറിയാം. ക്ഷമിക്കണം പ്രിയനെ, ഇപ്പോൾ ഞാനത് പറയുന്നു. പക്ഷെ ഞാൻ അത് മാത്രമല്ല കണ്ടത്. അവൻ്റെ ചുണ്ടുകളിൽ
ഒരു ചെറിയ പുഞ്ചിരി അതെനിക്കൊരു പ്രധാന കാര്യം പറഞ്ഞു തന്നു. ഈ ദുരന്തത്തിൽ ദൈവത്തിൻ്റെ വലിയ കരുണ വെളിപ്പെട്ടു. ആ പുഞ്ചിരി കണ്ടപ്പോൾ മരണസമയത്ത് പോലും ചാർലി വേദന അനുഭവിച്ചില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഡോക്ടർ പോലും ഇപ്രകാരം പറഞ്ഞു, അത് വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. ചാർലിക്ക് ഒരു ഓപ്പറേഷൻ ടേബിളിൽ വെച്ചാണ് വെടിയേറ്റിരുന്നതെങ്കിലും ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ലായിരുന്നത്രേ. വേദനയോ ഭീതിയോ ആകുലതയോ ഇല്ലാത്തൊരു നിമിഷം. ചാർലി തനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യുകയായിരുന്നു. ക്യാമ്പസിൽ സംവാദം നടത്തുകയായിരുന്നു. വലിയ ജനക്കൂട്ടത്തിനു മുൻപിൽ സുവിശേഷത്തിനും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ട വേദിയിലായിരുന്നു അവൻ. പിന്നീട് അവൻ കണ്ണുകൾ അടച്ചു. അവൻ കണ്ണു ചിമ്മി തുറന്നത് പറുദീസയിൽ തൻ്റെ രക്ഷകനെ കാണുവാൻ വേണ്ടിയായിരുന്നു. എല്ലാ സ്വർഗീയ രഹസ്യങ്ങളുടെയും കലവറ അവൻ്റെ മുൻപിൽ തുറക്കപ്പെട്ടു. പിന്നീടുള്ള എല്ലാ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ മുൻപിൽ വെളിപ്പെട്ടു. തൊട്ടടുത്ത ദിവസം എയർഫോഴ്സ് 2 ടാർമാർക്കിൽ ഞാൻ ഉഷ വാൻസിനെ കണ്ടുമുട്ടി. എനിക്കേറെ പ്രിയപ്പെട്ട അവളുടെ കൈ പിടിച്ചുകൊണ്ട് സത്യസന്ധമായി ഞാനൊരു കാര്യം പറഞ്ഞു. ഞാൻ എങ്ങനെ ഇതിനെ അതിജീവിക്കുമെന്ന് എനിക്കറിയില്ല. അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നീ നിൻ്റെ മക്കളുമായി ഒരു വിമാനത്തിൽ സഞ്ചരിക്കുന്നു. വിമാനത്തിൻ്റെ ലാൻഡിങ്ങിനുള്ള അവസാന 15 മിനിറ്റാണ്. കാര്യങ്ങൾ വല്ലാതെ ക്രേസിയാണ്. കുട്ടികൾ ഒട്ടും സഹകരിക്കുന്നില്ല. കളിപ്പാട്ടങ്ങൾ എല്ലായിടത്തും പറന്നു നടക്കുന്നു. എല്ലാവരും ബഹളം വയ്ക്കുന്നു. അപ്പോൾ നീ സ്വയം ചിന്തിക്കുകയാണ്, ഈ വിമാനം ലാൻഡ് ചെയ്യാനായി എനിക്ക് കാത്തിരിക്കാനാവില്ല. സത്യത്തിൽ നിനക്കിറങ്ങാൻ 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ. അവൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 15 മിനിറ്റും അതിനുശേഷം അടുത്ത 15 മിനിറ്റും കടന്നു പോകും. ഉഷേ, നീ അപ്പോൾ പറഞ്ഞ വാക്കുകളുടെ ആഴം പൂർണ്ണമായി നീ മനസ്സിലാക്കിയിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ആ വാക്കുകൾ എനിക്കപ്പോൾ അനിവാര്യമായവയായിരുന്നു. ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചു. ചാർലിയുടെ വധത്തിന് ശേഷം ഞങ്ങൾ എങ്ങും അക്രമം കണ്ടില്ല, കലാപമുണ്ടായില്ല, വിപ്ലവം കണ്ടില്ല. പകരം എൻ്റെ ഭർത്താവ് ഈ അമേരിക്കയിൽ ഉണ്ടാകണമെന്ന് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചത്, കാണാൻ പ്രാർത്ഥിച്ചിരുന്നത് ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ആ ഉണർവ് കണ്ടു. ഒരു വ്യാഴവട്ടത്തിന് ശേഷം ആദ്യമായി ബൈബിൾ തുറക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. കുട്ടിക്കാലത്തിന് ശേഷം ആദ്യമായി പ്രാർത്ഥിക്കുന്ന ആളുകളെ ഞങ്ങൾ കണ്ടുമുട്ടി. ജീവിതത്തിൽ ആദ്യമായി പള്ളിയിലേക്ക് ഒരു ആരാധനയ്ക്കായി പോകുന്ന ആളുകളെ ഞങ്ങൾ കണ്ടു. ചാർലി പതിവായി ഡയറി എഴുതുവാൻ ഇഷ്ടപ്പെട്ടിരുന്നു. ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷങ്ങളും തീരുമാനങ്ങളുമൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നത്. അദ്ദേഹം ഡയറിയിൽ എഴുതിയ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. ഓരോ തീരുമാനവും നിങ്ങളുടെ ആത്മാവിൽ ഒരു അടയാളം ഇടുന്നു. ഇതായിരുന്നു അദ്ദേഹം എഴുതി വെച്ചത്. അങ്ങനെ ഒരു തീരുമാനം എടുത്തവരോട്, ആത്മീയ ജീവിതത്തിലേക്കുള്ള ആദ്യ ചുവട് വെച്ചവരോട് ഞാൻ നന്ദി പറയുന്നു. നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒരു ദിവസം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായിരുന്നു എന്ന് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിനകം വിശ്വാസികളായവരോട് ഞാൻ പറയട്ടെ, ഈ ആളുകളെ നയിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അതിനെ ലഘുവായി കാണരുത്. അവരിൽ വീണിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വിത്ത് നനയ്ക്കുക, സംരക്ഷിക്കുക, വളരാൻ സഹായിക്കുക. ഒടുവിലായി സ്വന്തം ഭർത്താവിൻ്റെ ഘാതകനോട് ക്ഷമിച്ചുകൊണ്ട് എറീക്ക വിതുമ്പലോടെ ഇപ്രകാരം പറഞ്ഞു, ആ മനുഷ്യൻ, ആ യുവാവ്, ഞാൻ അവനോട് ക്ഷമിക്കുന്നു. ക്രിസ്തു അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാനും ക്ഷമിക്കുന്നു. അവൾ തുടർന്നു, വീണ്ടും പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, അടുത്ത ഞായറാഴ്ച പള്ളിയിൽ പോകുക, അതിനടുത്ത ഞായറാഴ്ചകളിലും അത് തുടരുക. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്നും കുരുക്കുകളിൽ നിന്നും മോചനം നേടുക. ചാർലിയുടെ ദർശനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിർമ്മിച്ച എല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മയുടെ ശക്തിയാൽ ഞങ്ങൾ 10 ഇരട്ടി വലുതാക്കും. എൻ്റെ ഭർത്താവ് നിർമ്മിച്ച ടേണിംഗ് പോയിൻ്റ് USA എന്ന പ്രസ്ഥാനം മരിക്കില്ല. എറീക്ക ക്രിക്കിൻ്റെ ഈ വാക്കുകൾ വിശ്വാസത്തിൻ്റെയും ആഴത്തിലുള്ള ധൈര്യത്തിൻ്റെയും വാക്കുകളായി ലോകം മുഴുവൻ
ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളെയും ഈ സന്ദേശം സ്വാധീനിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ സ്നേഹിതർക്ക് കൂടെ ഇത് ഷെയർ ചെയ്തു കൊടുക്കുക. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.